അപ്പോൾ ഇന്ന് +2 ഇക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു മാനസികാവസ്ഥയിൽ കംപ്ലീറ്റ് പോസിറ്റീവ് എനർജിയിൽ നമ്മൾ അതിലെ ഓരോ കോൺസെപ്റ്റും പഠിക്കാൻ തുടങ്ങണം. ഓക്കെ, നമ്മുടെ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, സമ്പൂർണ്ണ കിടമത്സരത്തിൻ കീഴിലുള്ള സ്ഥാപനത്തിന്റെ സിദ്ധാന്തം. അപ്പോൾ സമ്പൂർണ്ണ കിടമത്സരത്തിൻ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ സിദ്ധാന്തം, ഇതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം കമ്പോളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കമ്പോളം മനസ്സിലാക്കണം. അപ്പൊ അവിടെ ധാരാളം ഉപഭോക്താക്കളും ഉൽപാദകരും ഉണ്ടാവും, അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു കമ്പോളവും സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ്. വാട്ട് ഈസ് മാർക്കറ്റ്? ഓക്കെ, കമ്പോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മളെല്ലാവരും തന്നെ കമ്പോളത്തിൽ പോയി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്താണ് കമ്പോളം? അപ്പോൾ in economics the term market refers to a particular locality or a particular territory where large number of buyers and sellers are in close contact with each other for the purpose of buying and selling of goods and services. Okay, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം? കമ്പോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം ഉപഭോക്താക്കളും വിൽപ്പനക്കാരും സാധനങ്ങൾ വാങ്ങുന്നതിനും സാധനങ്ങൾ വിൽക്കുന്നതിനും വേണ്ടി പരസ്പരം സമ്മേളിക്കുന്ന, ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ കമ്പോളം അഥവാ മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അത് ഒറ്റ സെന്റൻസ് ഉള്ളത്, അങ്ങനെ പഠിക്കണം. അപ്പോൾ മാർക്കറ്റ് വി മീൻ ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ പ്ലേസ് ഓർ ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി ഇൻ വിച്ച് large number of buyers and sellers are in contact with each other for the purpose of buying and selling of goods and services. Nothing more to explain. Yes, അപ്പോൾ കമ്പോളം അതാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാര്യങ്ങൾ നമ്മൾ കണ്ടു? ഉപഭോക്താക്കൾ, ഉൽപാദകർ, മുമ്പേ നമ്മൾ പഠിച്ചതാണ്. എങ്കിൽ കൂടി ആ രണ്ട് നമ്മൾ പഠിക്കട്ടെ, ഇല്ലേ? കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. യെസ്, ഇനി നമ്മൾ കമ്പോളത്തെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുകയാണ് ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ. ആ ഏതൊക്കെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് കമ്പോളങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കണം. അതിലൊന്ന് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പോളത്തെ 4 വിഭാഗമായി തരംതിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 4 വിഭാഗങ്ങളിൽ ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളം. 2 മോണോപോളി. മോണോപോളി we mean control of market by a particular producer or seller dealing with a particular product. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ. ജസ്റ്റ് ഇപ്പൊ ഞാൻ അതിന്റെ വേർഡ് മീനിങ് പറഞ്ഞതേ ഉള്ളൂ. മോണോപോളി, കുത്തക. അപ്പോൾ 1 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, നമ്പർ 2 മോണോപോളി, and third one is monopolistic competition. Okay, monopolistic competition. See, in this context we have to study what is monopolistic competition. Perfect competition and perfect competition and pure monopoly are limiting cases. Okay, but monopolistic competition is the admixture of the two, the combination of the two, monopoly and competition. That is what is called the monopolistic competition. Yeah, and lastly oligopoly, control of market by a few. Okay, detail ആയിട്ട് വരും. അപ്പോൾ 4 കമ്പോള സംവിധാനം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപോളി. ഓക്കെ, ഈ കമ്പോള സംവിധാനങ്ങളെ 4 കമ്പോളങ്ങളെ തരംതിരിച്ചിരിക്കുന്ന ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? there are certain characteristics, features. Number 1, number of buyers and sellers. Okay, number 1, number of buyers and sellers. Okay, number of
consumers and producers, or buyers and sellers. And number 2, nature of the commodity. Nature of the commodity. Okay, ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ സ്വഭാവ സവിശേഷത, nature of the commodity. മൂന്നാമത്തേത്, number of buyers and sellers, nature of the commodity. Number 3, mobility. Mobility of goods and factors. Mobility of goods and factors. Mobility എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചലന സ്വാതന്ത്ര്യം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനുള്ള അഥവാ സഞ്ചരിക്കുവാനുള്ള സാധനങ്ങളുടെയും ഉൽപാദന ഘടകങ്ങളുടെയും ആ ഒരു സ്വാതന്ത്ര്യം നിലവിലുണ്ട് എങ്കിൽ അത്. ഇനി 4, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. എന്താണ് ഫ്രീഡം? ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഫ്രീഡം ഓഫ് എൻട്രി, പ്രവേശനാനുമതി വ്യവസായ സ്ഥാപനങ്ങൾക്കോ ഉൽപാദന യൂണിറ്റിനോ കമ്പോളത്തിൽ പ്രവേശിക്കുവാനും ഉൽപാദനം വേണ്ടാവെന്ന് തോന്നുമ്പോൾ നിർത്തി തിരിച്ചു പോരുവാനും ഉള്ള ആ സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ആൻഡ് നമ്പർ 5, knowledge about market conditions. Knowledge about market conditions. Okay, these are the notable 5 characteristic features. Okay, based on these features we can broadly classify markets into 4. I told you, perfect competition, സമ്പൂർണ്ണ കിടമത്സരം, മോണോപോളി, കുത്തക, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, കുത്തകയിൽ അധിഷ്ഠിതമായ മത്സരം, ആൻഡ് ഒളിഗോപോളി, കൺട്രോൾ ഓഫ് മാർക്കറ്റ് ബൈ എ ഫ്യൂ, കുറച്ച് ഉൽപാദകർ അഥവാ കുറച്ച് വിൽപ്പനക്കാർ നിയന്ത്രിക്കുന്ന ഒരു കമ്പോള സംവിധാനം. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ വരികയാണ്. ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക. യെസ്, നമ്മുടെ ചാപ്റ്റർ ഇതാണ്, തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ in this chapter we shall study how the price and output is determined under perfect competitive market economies or perfect competition. And here we shall also study about the supply. Okay, supply means the quantity of output which is produced for sale. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആ സാഹചര്യത്തിന് നമ്മൾ സപ്ലൈ എന്ന് പഠിക്കണം, പ്രധാനം. ആൻഡ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് സപ്ലൈ. നമ്മൾ ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് പഠിച്ചിരുന്നു, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ പഠിച്ചത്? ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഓക്കെ, അതേപോലെ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രധാനത്തിലും ഉണ്ടാവുന്ന ആ ഇലാസ്റ്റിസിറ്റിയാണ്, ഇലാസ്തികതയാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. യെസ്, നമ്മുടെ പോയിന്റ് എന്താണ്? There are certain unique features. Based on such features we classify the markets into 4 types, 4 categories, such as perfect competition, monopoly, monopolistic competition and oligopoly. സമ്പൂർണ്ണ കിടമത്സര കമ്പോളം, കുത്തക കമ്പോളം, കുത്തകയിൽ അധിഷ്ഠിതമായ കിടമത്സര കമ്പോളം, ആൻഡ് കുറച്ച് ആളുകൾ ചേർന്ന്, കുറച്ച് ഉൽപാദകരോ കുറച്ച് വിൽപ്പനക്കാരോ ചേർന്ന് നിയന്ത്രിക്കുന്ന കമ്പോളം. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപോളി, ഇത് 4ഉം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരികയാണ്. അതിനു മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ 5 ഫീച്ചേഴ്സ് ആണ്, ഈ 5 സവിശേഷതകൾ. ഈ 5 സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 കമ്പോളങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ്? നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒരു കമ്പോളത്തിൽ എത്ര ഉൽപാദകരും എത്ര ഉപഭോക്താക്കളും ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, പിന്നെന്താണ്? നാച്ചർ ഓഫ് ദ കമ്മോഡിറ്റി. ഉൽപാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ സ്വഭാവ സവിശേഷത അനുസരിച്ച് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോ ഹൊമോജനസ് പ്രോഡക്റ്റ് ഉൽപാദിപ്പിച്ചിട്ടുണ്ടാവും, ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ഉൽപാദിപ്പിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോ നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ സ്വഭാവം, പ്രത്യേകത, അതിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെന്താണ്? മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ.
ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ ഉൽപാദന ഉപാധികൾക്കും. നമുക്കറിയാം ഉൽപാദന ഉപാധികൾ ഏതൊക്കെയാണ്? ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 ഉൽപാദന ഉപാധികളിൽ ലാൻഡ് ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ എന്താണ്? ചലനാത്മകതയുള്ളതാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിന് എത്രത്തോളം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച ഉൽപാദന ഉപാധികൾക്കും എത്രത്തോളം ചലന സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ്. പിന്നെ ഇതാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു ഉൽപാദകന് ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് കമ്പോളത്തിൽ ഇറങ്ങി ചെല്ലുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക. ഇനി അദ്ദേഹം ഉൽപാദനം തുടർന്നു കൊണ്ടുപോയി കുറച്ചു കാലം ഉൽപ്പാദിപ്പിച്ചു, അദ്ദേഹത്തിന് അത് നിർത്തി വേണ്ട എന്ന് വെച്ച് തിരിച്ചു പോരുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഫ്രീഡം ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ there should be absolute freedom of entering into the market, okay, or exit from the market according to the willingness of the concerned producer or seller. അപ്പോൾ ഒരു ഉൽപാദകന് തന്റെ ഇഷ്ടാനുസരണം കമ്പോളത്തിൽ പ്രവേശിക്കുവാനും, പ്രവേശന സ്വാതന്ത്ര്യം എന്നാണ് പറയുക, കമ്പോളത്തിൽ പ്രവേശിക്കുവാനും ഉൽപാദനം നടത്തുവാനും കാര്യങ്ങൾ ഡീൽ ചെയ്യുവാനും അതുപോലെ വേണ്ടാന്ന് തോന്നുമ്പോൾ മതിയാക്കി തിരിച്ചു പോരുവാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്താണ്? നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇഫ് ദർ ഈസ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്, അപ്പോൾ എന്താണ്? കമ്പോള സ്ഥിതിഗതികളെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കണം. അബൌട്ട് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, about the quality of the commodity, okay, അങ്ങനെയുള്ള ഈ ഒരു ഒരു കമ്പോളത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഉണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ see the notable features are number of buyers and sellers, nature of the commodity, mobility of goods and factors of production, freedom of entry and exit of firms, and knowledge about market conditions. ഈ 5 പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പോളങ്ങളെ 4 ആയി തരംതിരിച്ചു. 5 പ്രത്യേകതകൾ ഒന്നുകൂടെ നോക്കണം. നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തി. നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി, ഉൽപ്പന്നത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പോളത്തെ തരംതിരിക്കും. മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പന്നത്തിനും ഉൽപാദന ഉപാധികൾക്കും ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ കമ്പോളത്തെ തരംതിരിക്കും. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, എന്താണ്? ഉൽപാദകർക്കോ ഉൽപാദക സ്ഥാപനങ്ങൾക്കോ കമ്പോളത്തിലേക്ക് പ്രവേശിക്കുവാനും ഉൽപാദനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് നോക്കും. അവർക്ക് എപ്പോ ഉൽപാദനം നിർത്തി തിരിച്ചു പോകണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ. പിന്നെ ലാസ്റ്റ് എന്താണ് ശ്രദ്ധിക്കുന്നത്? നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പൊ എന്താണ്? ഒരു ഉൽപാദകനോ ഒരു ഉപഭോക്താവിനോ കമ്പോള സ്ഥിതിഗതികളെ കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കമ്പോളത്തെ തരംതിരിക്കും. അപ്പോൾ based on these factors, based on these characteristic features, we can broadly classify the markets into 4 notable categories such as perfect competition, monopoly, monopolistic competition and oligopoly. Okay, ഓർത്ത് വെക്കണം. ഇനി നമ്മൾ ഇത് ഓരോന്ന് പഠിക്കുകയാണ്. എന്തൊക്കെയാ പഠിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, യെസ്. അപ്പൊ നമ്മൾ നോക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഞാൻ ആദ്യമേ പറയുന്നു, സമ്പൂർണ്ണ കിടമത്സരം എന്ന ഒരു കമ്പോള സംവിധാനം പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ലോകത്ത് നിലവിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സവിശേഷതകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ഓക്കെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് പ്യുവർലി ആൻ ഇമാജിനറി കോൺസെപ്റ്റ് or rarely found in the world. Okay, perfect competition is a limiting case. Yeah, no such perfect competitive market system has existed in real world. It is a fact. Okay, no such perfect competitive economic system or market economy has existed or is existing or is likely to exist. ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ സമ്പൂർണ്ണ കിടമത്സരം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു കമ്പോള സംവിധാനം ഈ ലോകത്ത് മുമ്പ് ഉണ്ടായിട്ടുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, നിലവിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്? അതുകൊണ്ട് that is why we can say എന്താണ്? It is purely an imaginary concept. അപ്പോൾ ഇത് തികച്ചും ഒരു സാങ്കല്പികമായ ഒരു
ആശയമാണ് സമ്പൂർണ്ണ കിടമത്സരം. അതങ്ങനെ പറയാൻ കാരണം അതിൽ അപ്പോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ certain notable features have to be taken into account. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സമ്പൂർണ്ണ കിടമത്സരത്തിലെ ആ സവിശേഷതകൾ നമ്മൾ പഠിക്കുക. ഒന്ന്, there should be large number of buyers and sellers under perfect competition. ഒരു സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ധാരാളം ഉൽപാദകരും ധാരാളം ഉപഭോക്താക്കളും ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊരു വസ്തുത തന്നെയാണ്. അത് ഓക്കെ അല്ലേ? ധാരാളം ഉൽപാദകരും ധാരാളം ഉപഭോക്താക്കളും ഒരു കമ്പോളത്തിൽ ഉണ്ടാവുക. കമ്പോളം എന്താണ് നമ്മൾ പഠിച്ചത്? ധാരാളം ഉപഭോക്താക്കളും ധാരാളം വിൽപ്പനക്കാരും പരസ്പരം സമ്മേളിക്കുന്നത്, പരസ്പരം എന്താണ് ബന്ധപ്പെടുന്നത്. എന്തിനു വേണ്ടി? സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും. ഞാൻ ആദ്യമേ പറഞ്ഞു, മാർക്കറ്റ് we mean it is a particular place, ready, or it is a particular locality, or it is a particular region where or in which large number of buyers and sellers are in contact with each other for the purpose of buying and selling of goods and services. That is market. കമ്പോളം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒന്നാമത്തെ സവിശേഷത എന്തായിരിക്കണം എന്ന് പറഞ്ഞത്? there should be large number of buyers and sellers. Okay, right. And the next feature, characteristic feature is the nature of the commodity in question. Yeah, under conditions of perfect competition, the commodity which is produced for a particular purpose must be homogeneous or identical in all respects. Okay, no differences can be seen. No differences. See, in the case of quality, brand name, color, price, style of packing, design, smell, and the like. See, the commodity which is produced should be homogeneous or identical in all respects. Okay, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് this is purely an imaginary concept എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഉപയോഗത്തിന് എത്ര ഉൽപാദകർക്ക് വേണമെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, വിപണനം നടത്താം. പക്ഷേ എന്തായിരിക്കണം? The commodity produced should be identical or homogeneous in all respects. എന്താണ് identical എന്ന് പറഞ്ഞാൽ? എല്ലാവരും കാണാം, homogeneous. Okay, homogeneous or identical എന്താ അർത്ഥം? എല്ലാ തരത്തിലും ഇപ്പോ 10 വ്യക്തികൾ, 10 ഉൽപാദകർ ഒരു ഉപയോഗത്തിന് സാധനം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 10 പേർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെയും പേര് ഒന്നായിരിക്കണം, അതിന്റെ ക്വാളിറ്റി ഒന്നായിരിക്കണം, അതിന്റെ കളർ ഒന്നായിരിക്കണം, അതിന്റെ ടേസ്റ്റ് ഒന്നായിരിക്കണം, അതിന്റെ സ്മെൽ ഒന്നായിരിക്കണം, അതിന്റെ ഡിസൈൻ ഒന്നായിരിക്കണം, അതിന്റെ സ്റ്റൈൽ ഓഫ് പാക്കിംഗ് ഒന്നായിരിക്കണം. നോ ഡിഫറൻസ് ക്യാൻ ബി സീ. ഒരു ഡിഫറൻസ് ഷുഡ് നോട്ട് ബി സീ. എന്താണ് പറയുന്നത്? ഹോമോജനസ് ഓർ ഐഡന്റിക്കൽ വി മീൻ. ഓക്കെ, എന്താണ്? ബൈ ഓൾ മീൻസ് ദ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് ബി സിമിലർ. ഓക്കെ, ഇൻ കേസ് ഓഫ് ടേസ്റ്റ്, കളർ, quality, brand name, style of packing, design, etc. അപ്പോ ഒരു വസ്തുവിന് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയാൻ സാധിക്കുമോ അത് ഈ 10 ഉൽപാദകരും ഒരു ഉപയോഗത്തിന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം എന്താണ് എല്ലാ അർത്ഥത്തിലും ഒരേപോലെ ആയിരിക്കും. അതിനെന്ത് അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോജനസ് പ്രോഡക്ട്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്താണ്? ഐഡന്റിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയും. ഒരേപോലെയുള്ളത്, നോ ഡിഫറൻസസ്, യാതൊരു വ്യത്യാസവും ഉണ്ടാവാതെ ഒരേപോലെ 10 ആളുകൾ, 10 ഉൽപാദകർ ഒരു ഉപയോഗത്തിന് ഉൽപ്പാദിക്കുന്ന വസ്തുക്കൾ എന്താണ്? അല്ലെങ്കിൽ എത്ര പേർ ഉൽപ്പാദിപ്പിക്കാം? അതിന്റെ പ്രത്യേകത എന്താണ്? The product should be homogeneous or identical in all respects. Okay അല്ലേ? റൈറ്റ്. അപ്പൊ അങ്ങനെയാണോ സംഭവിക്കുക? നോ. എങ്ങനെ സംഭവിക്കുക? നമ്മൾ എന്താ കാണുന്നത്? ഇപ്പൊ ഉദാഹരണം ടൂത്ത് പേസ്റ്റ് എടുത്തോളൂ. ടൂത്ത് പേസ്റ്റ് എന്താണ്? ഇപ്പൊ നമുക്ക് ഒരു 5-10 ബ്രാൻഡ് നെയിമിൽ ടൂത്ത് പേസ്റ്റ് കാണാൻ സാധിക്കും. അല്ലെ? നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന കമ്പോള സംവിധാനം ഏതാണ്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് അല്ലേ? Under monopolistic competition there is an element of monopoly as well as an element of competition exists side by side. അതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അത് പിന്നീട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ടൂത്ത് പേസ്റ്റ് എന്ന പേരിൽ എന്ന ആ ഒരു പ്രോഡക്റ്റ് കോൾഗേറ്റ്, ക്ലോസപ്പ്, സിബാക്ക ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ നമുക്ക് ലഭിക്കുന്നത്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരു പേരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഒരേ ക്വാളിറ്റി ആയിരിക്കണം, ഒരേ കളർ ആയിരിക്കണം, ഒരേ ടേസ്റ്റ് ആയിരിക്കണം, ഒരേ സ്മെൽ ആയിരിക്കണം അല്ലേ? ഒരു വ്യത്യാസവും കാണാൻ കഴിയില്ല. എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. ബട്ട് ഷുഡ് ബി
ഹോമോജിനസ് ഓർ ഐഡന്റിക്കൽ, ഒരേപോലെയുള്ളതായിരിക്കണം. യെസ്. ഇനി മൂന്നാമത്തെ എന്താണ്? there should be mobility, complete mobility of goods and factors of production. അപ്പോൾ under perfect competition, see, the commodities which is produced can be shifted or transported from one place to another. Similarly, the factors of production also can be shifted or transported from one place to another, can be moved from one place to another. അപ്പോൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും ഉൽപാദന ഉപാധികളും യഥേഷ്ടം എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് അതുപോലെ ചലന സ്വാതന്ത്ര്യമുണ്ട്. അതാണ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ there should be free mobility, complete mobility, freedom. എന്താണ്? mobility of goods and factors of production. നമുക്കറിയാം there are 4 factors of production: land, labor, capital and organization. Other than land, okay, the rest of the factors can be easily moved from one place to another or can be easily shifted from one place to another. ഓക്കെ, അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉൽപാദന ഉപാധികളും യഥേഷ്ടം എന്താണ് ആവശ്യാനുസരണം അതിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ അത് ഏത് കമ്പോളമാണ്? അത് പെർഫെക്റ്റ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളമാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനിയോ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. under perfect competition there should be absolute freedom of entry into or exit from the market, okay, by the business firms according to their choice or according to their willingness. എന്താ ഉദ്ദേശിക്കുക? സമ്പൂർണ്ണ പ്രവേശന സ്വാതന്ത്ര്യം, അതുപോലെ എന്താണ് പ്രവേശിക്കുവാനും നിർഗമിക്കുവാനും. നമ്മൾ ഒരു വ്യവസായിക്ക്, ഒരു ഉൽപാദകന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് കമ്പോളത്തിൽ ചെന്ന് ഒരു വ്യവസായ സ്ഥാപനം ആരംഭിച്ച് ഉൽപാദനം നടത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. എന്താണ്? അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതുപോലെ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും അവിടുന്ന് പിന്തിരിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ എന്താണ്? there should be absolute freedom of entry into the market or exit from the market according to the choice of the concerned producer. അത് വേണം. പിന്നെ എന്താണ് അഞ്ചാമത്തേത്? knowledge about market conditions. Under conditions of perfect competition there should be perfect knowledge about market conditions by the consumers and sellers. Perfect knowledge here we mean, see, the consumers and the sellers should possess thorough knowledge regarding the price of the commodity, the quality of the commodity, okay, the availability of the commodity, etc. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന് എന്താണ്? ഒരു ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കമ്പോള സ്ഥിതിഗതികളെ കുറിച്ച് വ്യക്തമായ ധാരണ വേണമെന്ന് പറഞ്ഞാൽ കമ്പോളത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ എത്രയുണ്ട്, എവിടെയൊക്കെ അതിന് ഉൽപ്പന്നങ്ങൾ ലഭിക്കും, അതിന്റെ വില എത്രയാണ്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്താണ്? മുഴുവൻ ഉൽപാദകർക്കും അതുപോലെ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കണം എന്നാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് വൺ, ആറാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ യൂണിഫോം പ്രൈസ്. എന്താണ് യൂണിഫോം പ്രൈസ്? ഒരേ വില. നമ്മൾ കണ്ടു commodities produced for a particular purpose should be homogeneous or identical. ഒരു പ്രത്യേക ഉപയോഗത്തിന് എത്ര വ്യവസായ സ്ഥാപനങ്ങൾക്കോ എത്ര ആളുകൾക്കോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ അത് ഹോമോജനസ് ആയിരിക്കണം. അതിലൊരു വ്യത്യാസവും കാണാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങളായിരിക്കും ഉൽപ്പാദിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ വസ്തുക്കൾക്ക് ഇവരെ ചുമത്തുന്ന വില എന്താണ്? തുല്യ. യൂണിഫോം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകീകൃത വില, ഒരേ വില. യൂണിഫോമിറ്റി എന്ന് പറയുന്നതാണ് ഒരേപോലെയുള്ളത് എന്നല്ലേ അർത്ഥം. അപ്പോൾ യൂണിഫോം പ്രൈസ് എന്ന് പറഞ്ഞാൽ തുല്യ വില, ഏകീകൃത വില. യെസ്. അപ്പോൾ 100 വ്യവസായ സ്ഥാപനങ്ങളോ 100 ഉൽപാദകരോ ഒരു പ്രത്യേക ഉപയോഗത്തിന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഹോമോജനസ് ആണ്. ആ 100 പേരും ഓരോ യൂണിറ്റിനും ഈടാക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന വിലയും തത്തുല്യ വിലയായിരിക്കണം. ഒരാൾ 10ഉം ഒരാൾ 12ഉം പറ്റില്ല. ഒരാൾ 10 ആണെങ്കിൽ മുഴുവൻ ആളുകളും 10. ഓക്കെ, അതിനെന്താ പറയുക? യൂണിഫോം പ്രൈസ്. ഇനി 7th പോയിന്റ് ഈസ് no governmental intervention at all. See, under perfect competition there should not be any type of governmental intervention or regulation in business sector. അപ്പോൾ വ്യാവസായിക രംഗത്ത്, വ്യാവസായിക മേഖലയിൽ ഗവൺമെന്റ് ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും നടത്താൻ പാടില്ല. എന്താണ്? there should be free play of the market. It is the quantity demanded and quantity supplied will determine the price of the commodity, etc. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കമ്പോളം സംവിധാനമാണ്, കമ്പോളം മാത്രമാണ്. സർക്കാർ, ഗവൺമെന്റ് ഒരു തരത്തിലും അവിടെ ഇടപെടുകയില്ല.
അങ്ങനെയായിരിക്കണം സമ്പൂർണ്ണ നികുട മത്സര കമ്പോളത്തിലെ ഒരു പ്രത്യേകത. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഗതാഗത ചെലവേ ഇല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആലോചിക്കുന്നത് വാട്ട് ഈസ് ആക്ച്വലി ബൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വി മീൻ the cost which is incurred by the producer or by the business firm in terms of transporting raw materials from various sources to the company and shifting and in terms of shifting or transporting produced outputs to the market. അപ്പോൾ കമ്പോളത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അസംസ്കൃത പദാർത്ഥങ്ങൾ കൊണ്ടുവരുമ്പോഴും ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ കൊണ്ടുപോകുമ്പോഴുമാണ് ഒരു വ്യവസായ സ്ഥാപനത്തിന് ഗതാഗത ചെലവ് ഉണ്ടാവുക. ഇവിടെ എന്താണ്? there should not be any type of transport cost at all. സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്ന ഒരു കമ്പോള സംവിധാനത്തിൽ ഒരു തരത്തിലുമുള്ള ഗതാഗത ചെലവും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവുകയില്ല എന്നാണ് സങ്കല്പം. എന്തായിരിക്കും ഉദ്ദേശിക്കുക? അതെ, ഒരു വ്യവസായ സ്ഥാപനം ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ആ വ്യവസായ സ്ഥാപനത്തിലേക്ക് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഏതൊക്കെ വേണമോ അതൊക്കെ ആ വ്യവസായ സ്ഥാപനത്തിന്റെ സമീപ പ്രദേശത്ത് നിന്ന് ലഭിക്കുമെന്നും, അതുപോലെ ആ വ്യവസായ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം അത് ആ തൊട്ട് സമീപത്ത് തന്നെ വിറ്റ് തീരുമെന്നും ഉള്ളതാണ് സങ്കല്പം. അതുകൊണ്ടാണ് നോ നീഡ് ഓഫ് ഇൻകറിംഗ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് അറ്റ് ഓൾ അണ്ടർ കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ഗതാഗത ചിലവേ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അവസാനം പറഞ്ഞത് നോ സെല്ലിംഗ് കോസ്റ്റ്. എന്താണ് സെല്ലിംഗ് കോസ്റ്റ്? അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്. അല്ല, എന്താണ്? നമ്മൾ മനസ്സിലാക്കി രണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? കമ്മോഡിറ്റി പ്രൊഡ്യൂസ്ഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഷുഡ് ബി ഹോമോജനസ് ഓർ ഐഡന്റിക്കൽ and the price charged by the producers or sellers should be uniform. അപ്പോൾ ഒരു പ്രത്യേക ഉപയോഗത്തിന് എത്രയാൾ സാധനം ഉൽപ്പാദിപ്പിച്ചാലും അത് ഹോമോജനസ് പ്രോഡക്റ്റ് ആണ്. അതിന് എത്ര പേര് അതിന് വില നിശ്ചയിക്കുന്നത് എല്ലാവരും ഒരേ വിലയാണ് നിശ്ചയിക്കുക. അങ്ങനെയാണ് എന്താണ് അവിടെ പരസ്യത്തിന് പണം ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ? വാട്ട് ഈസ് സെല്ലിംഗ് കോസ്റ്റ് ഓർ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്? നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് സെല്ലിംഗ് കോസ്റ്റ്? വി മീൻ ഇറ്റ് ഈസ് by selling cost we mean advertisement cost. The huge amount of money should be spent for advertisement purposes, right? Okay, അപ്പോൾ നമ്മൾ പരസ്യത്തിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ധാരാളം പണം ചെലവഴിക്കേണ്ടതുണ്ട്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പൊ ഇങ്ങനെ ഈ ഒരു 9 സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്പോള സംവിധാനത്തിനാണ് നമ്മൾ സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്ന് പഠിച്ചത്. പക്ഷെ അങ്ങനെ ഒരു 9 സവിശേഷതയുമുള്ള കമ്പോള സംവിധാനം ഇല്ല, അല്ലേ? ഒന്നാമത്തെ റെഡിയാണ്. എന്താണ്? ദ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് there should be under perfect competition there should be large number of buyers and sellers. സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ധാരാളം ഉൽപാദകരും ധാരാളം ഉപഭോക്താക്കളും ഉണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ എന്താണ് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി? ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം മുഴുവനും ഒരേപോലെ ഉള്ളതായിരിക്കണം എന്ന് നടക്കുമോ? നോ. ഓക്കെ, അപ്പൊ ഹോമോജനസ് ആണ്, അങ്ങനെ നടക്കില്ല. അപ്പൊ എന്തായാലും ശരി തന്നെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ആദ്യം സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്താണെന്ന് എഴുതണം. ഓക്കെ, അതിനുശേഷം എന്താണ്? സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ധാരാളം ഉപഭോക്താക്കളും വിൽപ്പനക്കാരും ഉണ്ടായിരിക്കും. ഉൽപ്പന്നങ്ങൾ ഏകജാതീയമായിരിക്കും. ഉൽപ്പന്നങ്ങൾക്കും ഉൽപാദന ഘടകങ്ങൾക്കും സമ്പൂർണമായ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഉൽപാദന ഉപാധികൾക്കും ഉൽപ്പന്നങ്ങൾക്കും എന്താണ്? സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പിന്നെ കമ്പോളത്തെ കുറിച്ച് ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും പൂർണ്ണമായ അറിവുണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഏകീകൃത വിലയാണ്. ഗവൺമെന്റ് നിയന്ത്രണമില്ല. വിൽപ്പന ചെലവില്ല. ഓക്കെ, അങ്ങനെ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ പ്രധാനമായ 9 സവിശേഷതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? പല തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എന്താണ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്നും എന്തൊക്കെയാണ് അതിന്റെ 9 സവിശേഷതകൾ എന്നും നിങ്ങൾ പഠിക്കണം. ഷുവറായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആ 9 സവിശേഷതകൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അതോട് ചേർത്ത് ആ 9 സവിശേഷതകളിൽ ഉൾപ്പെടുന്ന ഒന്ന്, അതായത് ഹോമോജനസ് പ്രോഡക്റ്റ്
identical product and price taking buyers and sellers. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച 9 സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ സവിശേഷതകൾ ഫീച്ചേഴ്സ് പഠിച്ചു. അതിൽ തന്നെ ഹോമോജനസ് പ്രൊഡക്റ്റ്, ഏകജാതീയ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് വ്യക്തമായി പഠിച്ചു. ഓക്കെ, അതോട് ചേർത്ത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ഉൽപാദകരും ഉപഭോക്താക്കളും വില സ്വീകരിക്കുന്നവരാണ് എന്നൊരു ആശയമുണ്ട്. എന്താണ്? അണ്ടർ കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ the buyers and the sellers or the consumers and producers are price takers. വില സ്വീകരിക്കുന്നവരാണ്. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഹോമോജനസ് പ്രോഡക്റ്റ് എല്ലാവർക്കും മനസ്സിലായി. പ്രോഡക്റ്റ് ഷുഡ് ബി ഹോമോജനസ് ഓർ ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. ഏകജാതീയ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ, എത്ര ഉൽപാദകർ ഒരു ഉപയോഗത്തിന് സാധനം ഉൽപ്പാദിപ്പിച്ചാലും എല്ലാ അർത്ഥത്തിലും അത് ഒരുപോലെയുള്ളതായിരിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി വില സ്വീകരിക്കുകയാണ് ഉൽപാദകരും ഉപഭോക്താക്കളും എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപാദകൻ വിചാരിച്ചാൽ ഒരു വസ്തുവിന്റെ വില വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല. ഓക്കെ, സപ്പോസിങ് ഇഫ് എ പർട്ടിക്കുലർ പ്രൊഡ്യൂസർ ഓർ സെല്ലർ increases or fixes a price which is higher than the market price, what will happen? Yeah, many of the customers will leave away from him and purchase the same commodity because close or perfect substitutes are available in the market. ഇപ്പൊ 100 പേര് ഒരു ഉപയോഗത്തിന് സാധനം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചു ഹോമോജനസ് ആണ്, ഐഡന്റിക്കൽ ആണ്, ഏകജാതി ഉൽപ്പന്നങ്ങളാണ്. അതിലൊരാള് 10 രൂപയാണ് ഒരു യൂണിറ്റ് സാധനത്തിന് വില എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അതിലൊരാള് 11 ആക്കി വർദ്ധിപ്പിച്ചാൽ ആരെങ്കിലും അദ്ദേഹത്തോട് 11 രൂപ കൊടുത്ത സാധനം വാങ്ങുമോ? നോ. എന്ത് ചെയ്യും? 10 രൂപയ്ക്ക് അതുപോലുള്ള സാധനം ഇഷ്ടംപോലെ കിട്ടാനുള്ള കമ്പോളത്തില്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിനെ അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോളിസിക്ക് സാധ്യതയില്ല. ഓക്കെ അല്ലേ? ഇനി ഒന്നാമത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നാമമാത്രമായ തുച്ഛമായ ലാഭം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഓർ സെല്ലർ നിലവിലുള്ള കമ്പോള വിലയേക്കാൾ കുറച്ച് വിൽക്കുമോ? വിൽക്കുകയില്ല. ഓക്കെ, അതുകൊണ്ടെന്താണ് പൊതുവെ കമ്പോളത്തിൽ ഏതാണോ എല്ലാവരും കൂടി തീരുമാനിച്ച് നിശ്ചയിക്കുന്ന വില, ആ വില തന്നെ എല്ലാ ഉൽപാദകനും സ്വീകരിക്കണം. അതുപോലെ കൺസ്യൂമറിന്റെ കാര്യം എടുത്താൽ അങ്ങനെയാണ്. ഉപഭോക്താവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു ഉപഭോക്താവിന്റെ ലക്ഷ്യം? See, a consumer, a typical or a rational consumer always prefer to buy maximum quantity of output at a minimum price. Okay, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് പരമാവധി സാധനങ്ങൾ വാങ്ങുവാനാണ് ഒരു ഉപഭോക്താവ് താല്പര്യം കാണിക്കുക. പക്ഷെ എന്താണ്? ചുരുങ്ങിയ വിലയ്ക്ക് സാധനം കിട്ടാൻ കമ്പോളത്തിൽ ഉണ്ടാവുകയില്ല. എന്താണ്? എല്ലാ സ്ഥലത്തും ഒരേ വിലയായിരിക്കും. മിനിമം പ്രൈസ് ഉദ്ദേശിക്കുന്ന നിലവിലുള്ള പൊതുവെയുള്ള വിലയേക്കാൾ കുറച്ച് എവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കുക. അങ്ങനെ സാധ്യതയില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇൻ ഷോർട്ട്, അണ്ടർ കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, see, the consumers and producers is called price taking consumers and price taking producers. അവര് വില സ്വീകരിക്കുന്നവരാണ്. പൊതുവെ കമ്പോളത്തിലുള്ള വില സ്വീകരിക്കുന്നവരാണ്. ആരൊക്കെയാണ്? കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും. ഓക്കെ, അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ആ ടോപ്പിക് തൽക്കാലം കഴിഞ്ഞു. എന്താണ് നമ്മൾ പഠിച്ചത്? ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ എന്താണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്? ഹോമോജനസ് പ്രോഡക്ട്സ് ആൻഡ് പ്രൈസ് ടേക്കിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, അതിന്റെ ചെറിയ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വരിക ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് റവന്യൂ, പ്രോഫിറ്റ്, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ ഓർ ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡ്യൂസർ എക്സെട്ര എക്സെട്ര. അത് വരാൻ പോവുകയാണ്. അതൊക്കെ പിന്നീട് വരും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ വരും. അതുകൊണ്ട് ഈ ടോപ്പിക്ക് എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണ് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കമന്റ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്.
തൊട്ടടുത്ത പോർഷനുമായി അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ്.